പ്രിയ കുട്ടികളെ, +1 സ്റ്റേറ്റ് CBSE BCom സെക്കൻഡ് ഇയർ ഇത്രയും ഇവർക്കുള്ള ഒരു പോർഷനാണ് ഫൈനൽ അക്കൗണ്ട്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് എന്നൊരു ചാപ്റ്റർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഒരു ട്രയൽ ബാലൻസും അതുപോലെ തന്നെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് തരുന്നത്. ഈ ട്രയൽ ബാലൻസ് തരുന്ന ഏത് ഐറ്റം ആയാലും ആ എമൗണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ എടുത്താൽ മതി. ബട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏത് ഐറ്റം നമ്മളോട് പറഞ്ഞാലും അഡ്ജസ്റ്റ്മെൻറ്റിൽ എമൗണ്ട് നമ്മൾ 2 സ്ഥലത്ത് എടുത്തിരിക്കണം. അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ അവിടെ എടുക്കാൻ വിട്ടുപോയ ഐറ്റംസ് ആണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏത് എമൗണ്ട് നമുക്ക് തന്നാലും നമ്മൾ ഓർത്ത് വെക്കുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ എമൗണ്ട് നമ്മൾ 2 സ്ഥലത്ത് എടുത്തിരിക്കണം. അതാണ് കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. എവിടെയൊക്കെയാണ് ഈ 2 സ്ഥലങ്ങൾ? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി ഒരു കണക്കിൽ വരില്ല, പക്ഷെ നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് 2 സ്ഥലത്ത് എടുത്തിരിക്കണം. അത് നമ്മൾ ആദ്യം എടുക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുന്നത്. ഇനി രണ്ടാമത് ഈ എമൗണ്ട് 2 സ്ഥലത്ത് വരണം. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അതേ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും. അപ്പോൾ ഓർത്ത് വെക്കാം, ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡ്. സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആണ്. എന്താണ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്? ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസിന് കുട്ടികൾക്ക് എപ്പോഴും സംശയം വരും. അതായത് ഇതിന് വേറെ പേരുകളുണ്ട്. അൺപെയ്ഡ് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് ഡ്യൂ ചെയ്തു ബട്ട് നോട്ട് പെയ്ഡ്. അത് കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ. ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ കൊടുക്കേണ്ട റെന്റ്, അല്ലെങ്കിൽ ആ അക്കൗണ്ടിംഗ് പീരീഡിൽ കൊടുക്കേണ്ട സാലറി അല്ലെങ്കിൽ വേജസ്, ഏതെങ്കിലും ഒരു എക്സ്പെൻസസ് പർട്ടിക്കുലർ പീരീഡിൽ കൊടുക്കേണ്ടതാണ്, പക്ഷെ ആ വർഷം അവരത് കൊടുത്തിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പർട്ടിക്കുലർ ഐറ്റത്തിന്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് ആഡ് വിത്ത് പർട്ടിക്കുലർ ഐറ്റം. ആഡ് വിത്ത് പർട്ടിക്കുലർ ഐറ്റത്തിനാണ് ഞാൻ PI എന്ന് കൊടുത്തിരിക്കുന്നത്. പർട്ടിക്കുലർ ഐറ്റം എന്ന് വെച്ചാൽ അതാത് ഐറ്റത്തിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ വേജസ് നമുക്ക് ട്രയൽ ബാലൻസിൽ വേജസ് തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ വീണ്ടും വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസിൽ നമുക്ക് തന്നിരിക്കുന്ന വേജസിന്റെ എമൗണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളത് ഇന്നർ കോളത്തിൽ എമൗണ്ട് എഴുതും. ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വേജസ് വരുന്നത്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഇന്നർ കോളത്തിൽ നമ്മൾ ആ വേജസ് എഴുതിയിട്ട് ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറഞ്ഞ് നമ്മളത് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സാലറിക്കാണെങ്കിൽ സാലറി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പൊ സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇന്നർ കോളത്തിൽ സാലറി ട്രയൽ ബാലൻസിൽ എമൗണ്ട് എഴുതിയിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യും. അതാണ് ആദ്യം ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ചെയ്യണം, അതായത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ ആ എമൗണ്ട് എഴുതുന്നത്. കാരണം എന്താ? കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തതാണ്. അപ്പൊ അതൊരു ബാധ്യതയായിട്ട് മാറാണ്. അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ആ എമൗണ്ട് എഴുതിയിരിക്കണം. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആ പർട്ടിക്കുലർ ഐറ്റത്തിലൂടെ കൂട്ടിക്കാണിക്കാം. ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ്മെന്റിൽ എമൗണ്ട് ആണ് 2 സ്ഥലത്ത് എഴുതുന്നത് കേട്ടോ. ട്രയൽ ബാലൻസിൽ എമൗണ്ട് ഒരു സ്ഥലത്തേ നമ്മൾ എഴുതുള്ളൂ. അതിന്റെ കൂടെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ എമൗണ്ട് ആഡ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പൊ റെന്റിന് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടാകാം, അതുപോലെ തന്നെ കമ്മീഷൻ, ഏത് ഐറ്റത്തിനും എക്സ്പെൻസിന് ഔട്ട്സ്റ്റാൻഡിംഗ് വന്നാൽ നമ്മൾ അതാത് ഐറ്റത്തിന്റെ കൂടെ കൂട്ടിക്കാണിക്കാം. എന്നിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അത് ലയബിലിറ്റി സൈഡിൽ എഴുതാം. കാരണം കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട്. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. തേർഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി കൊടുക്കുന്നത്, പർട്ടിക്കുലർ പീരീഡിൽ കൊടുക്കുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്.
അടുത്ത വർഷം കൊടുക്കേണ്ട റെന്റ് അല്ലെങ്കിൽ അടുത്ത വർഷം കൊടുക്കേണ്ട ഇൻഷുറൻസ്, അങ്ങനെ ഏതെങ്കിലും അടുത്ത വർഷം കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ. പക്ഷെ അത് നമ്മൾ ഇപ്പൊ കൊടുക്കാണ്, അപ്പൊ മുൻകൂട്ടി കൊടുക്കാണ്. അങ്ങനെ മുൻകൂട്ടി കൊടുക്കുമ്പോഴാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസിന്റെ ഐറ്റം നമുക്ക് ട്രയൽ ബാലൻസിലും തരാം, അഡ്ജസ്റ്റ്മെന്റിലും തരാം. അപ്പൊ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ എപ്പോഴും ആദ്യം കൊടുക്കുന്നത്. ഏത് ഐറ്റം എഴുതുമ്പോഴും ട്രയൽ ബാലൻസിൽ എമൗണ്ട് നമ്മൾ ആദ്യം കൊടുക്കണം. അതിന്റെ കൂടെയാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റിൽ എമൗണ്ട് കാൽക്കുലേഷൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ട്രയൽ ബാലൻസിൽ തന്നേക്കണ ആ എക്സ്പെൻസസിൽ നിന്നും അത് മൈനസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലെസ് ഫ്രം പർട്ടിക്കുലർ ഐറ്റം. പർട്ടിക്കുലർ ഐറ്റം ഞാൻ ചുരുക്കി എഴുതിയേക്കുന്നതാണ് PI. അതാത് ഐറ്റത്തിന് നമ്മൾ കുറച്ച് കാണിക്കണം. ഇപ്പൊ ഇൻഷുറൻസ് ട്രയൽ ബാലൻസിൽ നിങ്ങൾക്ക് 1000 രൂപ തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് പറയാണ് ഇൻഷുറൻസ് പ്രീപെയ്ഡാ ഒരു 200 എന്ന് പറയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസിൽ തന്നേക്കണ 1000 റുപ്പീസ് നമ്മൾ ഇന്നൽ കോളത്തിൽ എഴുതിയിട്ട് ലെസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ് 200 നമ്മൾ മൈനസ് ചെയ്യും. മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് കൊടുക്കുന്നത്. അതാണ് എഴുതിയത് ലെസ് ഫ്രം പർട്ടിക്കുലർ ഐറ്റം. ഇനി ഇത് രണ്ടാമത് എവിടെ വരണം? അതായത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരണം. ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡില് നമ്മൾ എഴുതാം പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ഏത് എമൗണ്ടാണ് നമ്മൾ എഴുതുന്നത്? രണ്ട് സ്ഥലത്ത് എടുക്കുമ്പോൾ രണ്ടാമത്തെ രണ്ട് ദിക്കിൽ എടുക്കുന്ന എമൗണ്ട് ഏതാ? ഒള്ളി അഡ്ജസ്റ്റ്മെന്റ് കേട്ടോ. അഡ്ജസ്റ്റ്മെന്റിലെ എമൗണ്ടേ നമുക്ക് രണ്ട് സ്ഥലത്ത് എടുക്കാവൂ. ട്രയൽ ബാലൻസിലെ എമൗണ്ട് നമ്മൾ ഒള്ളി 1 മാത്രമേ നമുക്ക് എടുക്കാവൂ. അപ്പോൾ ഓർത്ത് വെക്കാം, ആ ഇൻഷുറൻസിന്റെ കൂടെ അഡ്ജസ്റ്റ്മെന്റിലെ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്തു. ആ മൈനസ് ചെയ്ത എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിച്ചു. ഇനി മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ്, നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് ഇതിന് അൺഎയ്ഡ് ഇൻകം എന്നും പറയും കേട്ടോ. അൺഎയ്ഡ് വേറെ പേരുകൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ കാൽക്കുലേഷൻ പഠിച്ചിട്ട് അത് കിട്ടാതെ വന്നാൽ ബുദ്ധിമുട്ടാകും. ഇതിന് അൺഎക്സ്പയർഡ് എന്ന് പറയും കേട്ടോ. എക്സ്പയറി പീരീഡിന് മുമ്പുള്ളത് അൺഎക്സ്പയർഡ്. വേറെ പേരാണ് അൺഎക്സ്പയർഡ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞാലേ അത് പ്രീപെയ്ഡ് ആണെന്ന് ഓർത്ത് വെക്കാം. അൺഎക്സ്പയർഡ് എന്നാണ് പ്രീപെയ്ഡിന്റെ മറ്റൊരു പേര്. ഇവിടെ അൺഎയ്ഡ് ഇൻകം, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത കൊല്ലം നമുക്ക് കിട്ടേണ്ട ഇൻകം ആയിരുന്നു. അത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ നമ്മൾ ഈ വർഷം അത് റിസീവ് ചെയ്തേക്കാണ്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തേക്കാണ്. അതിനാണ് നമ്മൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഈ അഡ്വാൻസ് എപ്പോഴും മൈനസേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണത്? ലെസ് ഫ്രം പർട്ടിക്കുലർ ഐറ്റം. ഏത് ഐറ്റത്തിനാണോ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. ഏത് ഐറ്റം ആണോ അഡ്വാൻസ്, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന അഡ്ജസ്റ്റ്മെന്റ് തന്ന ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന കമ്മീഷനാണ് റിസീവ്ഡ് ചെയ്തേക്കുന്നത്. ഡെബിറ്റിൽ നമുക്ക് കമ്മീഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്പെൻസ് ആണ്. അപ്പൊ ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ തന്നേക്കണ കമ്മീഷൻ റിസീവ്ഡ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ തന്നേക്കണ റെന്റ് റിസീവ്ഡ്, അങ്ങനെ ഏതെങ്കിലും ഇൻകത്തിന് ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തേക്കാണ്. അങ്ങനെ ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിലെ ആ എമൗണ്ടിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റിലെ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യണം. അതാണ് ലെസ് ഫ്രം പർട്ടിക്കുലർ ഐറ്റം എന്ന് പറഞ്ഞത്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റിലെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പർട്ടിക്കുലർ ഐറ്റത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഇത് ബാലൻസ് ഷീറ്റില ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തേക്കാണ്. അപ്പൊ മക്കളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരാളുടെ ഇത് നേരത്തെ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തത് നമുക്കത് ലയബിലിറ്റി അല്ലേ? അപ്പൊ അതെവിടെ വരും? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരും. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഇനി അടുത്ത ഐറ്റം അക്രൂഡ് ഇൻകം, അതായത് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ്, പക്ഷേ ഇൻകത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയില്ല. ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നതിന് പകരം അക്രൂഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കിട്ടാനുള്ളത് ഈ വർഷം കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ഈ വർഷം അത് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ വർഷം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനാണ് നമ്മുടെ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ളതാണ്. അപ്പൊ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കിട്ടാനുള്ളത് എപ്പോഴും അസറ്റ് അല്ലേ? അപ്പൊ ബാലൻസ് ഷീറ്റിൽ അത് അസറ്റ് സൈഡിലേ വരുള്ളൂ. ഈ കിട്ടാനുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പർട്ടിക്കുലർ ഐറ്റത്തിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും.
ആഡ് വിത്ത് പർട്ടിക്കുലർ ഐറ്റം എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന എമൗണ്ടിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇനി ട്രയൽ ബാലൻസ് അങ്ങനെ ഐറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ പർട്ടിക്കുലർ ഐറ്റത്തിന്റെ കൂടെ ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ എവിടെ വരുന്ന പറഞ്ഞത് അക്രൂഡ് ഇൻകം കിട്ടാനുള്ളതാണ്. കിട്ടാനുള്ളത് എന്താ? അസറ്റ് ആണ്. അപ്പൊ നമ്മൾ അത് അസറ്റ് സൈഡിൽ കാണിക്കും. ഇനി നമുക്ക് അടുത്ത അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ ക്വസ്റ്റ്യനിലും മസ്റ്റ് ആയിട്ടും വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാ ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഡ്യൂ ടു എന്ത് കാരണം കൊണ്ട് പെർമനന്റ് യൂസോ വെയർ ആൻഡ് ടയർ. നമുക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഏത് അസറ്റിന്റെ വാല്യൂ കുറയും. അപ്പൊ ആ അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ഒക്കെ എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് മസ്റ്റ് ആയിട്ട് വരുന്ന ഐറ്റം ആണ്. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ, ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ്, ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തരുന്ന ഐറ്റം ആണ്. അത് മിക്കവാറും നമുക്ക് പെർസെന്റേജ് ആയിട്ടാണ് തരുള്ളൂ. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 10%. അപ്പൊ മെഷീനറി നമുക്ക് ട്രയൽ ബാലൻസിൽ ഒരു 1 lakh നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് 10% ഡിപ്രീസിയേഷൻ എന്ന അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാൽ ഈ 1 lakhന്റെ 10% അപ്പൊ എത്ര കിട്ടും? 10,000. ആ പെർസെന്റേജ് കണ്ടുപിടിച്ചിട്ട് ആ പെർസെന്റേജ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കണം. ഇത് ആഡും ലെസ്സും ഒന്നല്ല ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. കാരണം ബിസിനസ്സിന് അത് ലോസ് ആണ്. തേയ്മാനം സംഭവിച്ചു, അപ്പൊ ബിസിനസ്സിന് അത് ലോസ് ആണ്. അതുകൊണ്ട് അവരത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇനി ഈ എമൗണ്ട് നമുക്ക് 2 സ്ഥലത്ത് എടുക്കണ്ടേ? രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റില് ലെസ് ഫ്രം പർട്ടിക്കുലർ ഐറ്റം. ലെസ് ഫ്രം പർട്ടിക്കുലർ ഐറ്റം മീൻസ് പർട്ടിക്കുലർ അസറ്റ്. അതാത് അസറ്റ് അത് മൈനസ് ചെയ്ത് കാണിക്കണം. എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആ 1 lakh നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ഈ 1 lakh ആ തേയ്മാനം സംഭവിച്ച എമൗണ്ട് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ എപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ഡിപ്രീസിയേഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിച്ചിട്ട് എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. പെർസെന്റേജ് ആണ് നമ്മൾ പി ആൻഡ് അക്കൗണ്ടിൽ എഴുതുന്നത്. ഓർത്ത് വെക്കാം, പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ എമൗണ്ട് ആണ് നമ്മൾ പി ആൻഡ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ അതിന്റെ വാല്യൂവിൽ നിന്നും ആ ഡിക്രീസ് ചെയ്ത എമൗണ്ട്, കുറവ് വന്ന എമൗണ്ട് അത് നമ്മൾ മൈനസ് ചെയ്തിട്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കും. ഇനി അടുത്തത് ബാഡപ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബാഡപ്സ് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ബാഡപ്സ് ഞാൻ അതിന്റെ ഇൻസ്റ്റയിൽ ഞാൻ അതിന്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കാം. ഇനി ഞാനത് ഒന്നും കൂടി വ്യക്തമാക്കിയിട്ട് അതിന്റെ എമൗണ്ട് കിട്ടുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എമൗണ്ട് കാൽക്കുലേഷൻ നടത്തുമ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അത് വ്യക്തമാക്കി തരാം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ഓർത്ത് വെക്കുക. ഇൻട്രസ്റ്റ് ഞാൻ അത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഇൻട്രസ്റ്റും അതാത് ഐറ്റത്തിന്റെ പെർസെന്റേജ് കണ്ടിട്ട് ആ പെർസെന്റേജ് കാണുന്ന എമൗണ്ട് ആണ് നമ്മൾ പി ആൻഡ് അക്കൗണ്ടിൽ കൊടുക്കുന്നത്. അപ്പൊ പി ആൻഡ് അക്കൗണ്ടിൽ എവിടെയാ കൊടുക്കണേന്ന് അറിയാൻ ഞാൻ അത് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അതിന്റെ എമൗണ്ട് എടുക്കുമ്പോൾ പെർസെന്റേജ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഏതൊക്കെയാണ്? ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റിൽ കിടക്കുന്ന ക്യാപിറ്റലിനോ അല്ലെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റിൽ കിടക്കുന്ന ലോണിനോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനോ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ നമ്മളത് പി ആൻഡ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ കാണിക്കും. അതുപോലെ തന്നെ ട്രയൽ ബാലൻസിൽ കിടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഡെപ്പോസിറ്റ്, ഡ്രോയിങ്സ് ഇതിലേതിനെങ്കിലുമാണ് നിങ്ങളോട് ഇൻട്രസ്റ്റ് പറയുന്നെങ്കിൽ അത് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഈ ഇൻട്രസ്റ്റ് എപ്പോഴും നമ്മൾ എന്താ ചെയ്യണ്ടേ? അതാത് ഐറ്റത്തിന്റെ കൂടെ കൂട്ടി കാണിക്കണം. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂട്ടി കാണിക്കാം. ഇപ്പൊ കൂട്ടി കാണിച്ചില്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിച്ചാലും മതി. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ, ബാങ്കിന്റെ ലോണിന്റെ കൂടെ ഇൻട്രസ്റ്റ് കൂട്ടി കാണിക്കാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ ഇൻട്രസ്റ്റ് അതിന്റെ കൂടെ കൂട്ടി കാണിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുക്കുമ്പോൾ ഓർത്ത് വെക്കാം, നമ്മൾ ക്യാപിറ്റലിൽ നിന്നും ഡ്രോയിങ്സ് മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ മക്കളെ ഡ്രോയിങ്സിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൂട്ടിയിട്ട് അത് മൈനസ് ചെയ്യാം. അതിലും നല്ലത് ആദ്യം മക്കള് ഡ്രോയിങ്സ്
ഡ്രോയിങ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ഉണ്ടാകുള്ളൂ. അപ്പൊ ഡ്രോയിങ്സ് ആദ്യം മൈനസ് ചെയ്യാം. ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എപ്പോഴും നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് ഡ്രോയിങ്സ് മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഡ്രോയിങ്സ് മൈനസ് ചെയ്തിട്ട് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ മൈനസ് ചെയ്യാം. അത് ഓർത്ത് വെക്കണം കേട്ടോ. ബാക്കി എല്ലാ ഐറ്റവും നമ്മൾ അതാത് ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഡ്രോയിങ്സിന്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കാണിക്കാം. പക്ഷെ അതിന് നല്ലത് സെപ്പറേറ്റ് മൈനസ് ചെയ്യാം. ഡ്രോയിങ്സിന്റെ കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് കുറയ്ക്കണേക്കാളും നല്ലത് ആദ്യം ഡ്രോയിങ്സ് കുറയ്ക്കാം, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കുറയ്ക്കാം. അതാണ് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടുള്ള രീതി. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് പാഡക്സിന്റെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും അതിന്റെ എമൗണ്ട് എങ്ങനെയാണെന്ന് അന്ന് പറഞ്ഞിരുന്നില്ല. അപ്പൊ അതിന്റെ എമൗണ്ടിന്റെ കാൽക്കുലേഷൻ പറഞ്ഞു തരാം. അത് പറഞ്ഞു തരുന്നതിന് മുൻപ് വേറൊരു സംഭവം കൂടി പ്രധാനപ്പെട്ടതുകൊണ്ട് ബാലൻസ് സെപ്പറേറ്റ് എമൗണ്ട് പറഞ്ഞു തരാം. അതിന് മുമ്പേ നമുക്ക് എപ്പോഴും മിക്കവാറും ഇപ്പോൾ +1 സ്റ്റേറ്റ്, CBSE, BCom ഇവർക്ക് എല്ലാവർക്കും ഉള്ള പോർഷനാണ്. എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാറുണ്ട്. എന്താണെന്നറിയോ? അതായത് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ അല്ലെങ്കിൽ ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ തെഫ്റ്റ്. എന്തെങ്കിലും എനി റീസൺ, ഏതെങ്കിലും കാരണം കൊണ്ട് ഗുഡ്സ് ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസസ് എന്നാണ് കാണിച്ചേക്കണത്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചിരിക്കുന്ന ഗുഡ്സ് ആണ് ഡിസ്ട്രോയ് ചെയ്തേക്കണത്. അപ്പൊ ഗുഡ്സ് ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ₹10,000 എന്ന് പറഞ്ഞേക്കാണ്. ഇവിടെ നിങ്ങളോട് പറയാണ് ഇൻഷുറൻസ് കമ്പനി കൊടുത്തിരിക്കുന്ന ക്ലെയിം നിങ്ങൾക്ക് തന്നേക്കാണ്. ഇൻഷുറൻസ് ക്ലെയിം ഇവർ ഇൻഷുർ ചെയ്തിരുന്നു. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ഒരു 8,000 കൊടുത്തു എന്ന് മക്കളോട് പറയാണ്. അതിന് പല ഓപ്ഷൻ ഉണ്ട് കേട്ടോ, എല്ലാം പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഇത് മനസ്സിലാക്കാം. അതായത് 10,000 രൂപയുടെ ഗുഡ്സ് കത്തി നശിച്ചു പോയി, ഇൻഷുറൻസ് കമ്പനി 8,000 രൂപ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മക്കൾ ഓർത്ത് വെക്കാം, നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിലാണ് അത് കാണിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതും ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞ് ഡിസ്ട്രോയ് ചെയ്ത ഗുഡ്സ് നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. ആ 10,000 രൂപ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മളിവിടെ സെയിൽസ് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ഈ ഗുഡ്സ് ഡിസ്ട്രോയിഡ് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇനി ഇൻഷുറൻസ് കമ്പനി കൊടുത്തിരിക്കുന്നത് 8,000 രൂപയാണ് എന്ന് പറഞ്ഞാൽ 2,000 രൂപ അവർക്ക് നഷ്ടം വന്നേക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് നഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എഴുതും ലോസ് ബൈ ഫയർ. ഓർത്ത് വെക്കാം, എഴുതുന്നത് ലോസ് ബൈ ഫയർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ 2,000 അവിടെ കാണിക്കും. P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ആ 2,000 നമ്മൾ ലോസ് ബൈ ഫയർ എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി എപ്പോഴും ഓർത്ത് വെക്കാം, ക്ലെയിമിന്റെ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി കൊടുത്തു എന്ന് പറയുന്ന എമൗണ്ട് ക്ലെയിം എപ്പോഴും നമ്മൾ ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി കൊടുത്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതും. ഇൻഷുറൻസ് കമ്പനി കൊടുത്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ ക്ലെയിം എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കും. ഇതാണ് ഒരു മെത്തേഡ്. ഇത് മനസ്സിലായില്ലോ അല്ലേ? മനസ്സിലായില്ലെങ്കിൽ മക്കൾ കമന്റിൽ കാണിച്ചോളൂ, ഞാനത് പറഞ്ഞു തരാം, റിപ്ലൈ തരാം. വേറൊരു മെത്തേഡ് എന്താണെന്നറിയോ? ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ 10,000, ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഫുൾ എന്ന് പറഞ്ഞേക്കാണ്. ഫുൾ എമൗണ്ട് ക്ലെയിം ചെയ്തു, മൊത്തം എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി കൊടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ലോസിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. കമ്പനിക്ക് നഷ്ടം സ്ഥാപനത്തിന് നഷ്ടം വന്നിട്ടില്ല. അപ്പൊ ലോസ് ബൈ ഫയർ നമ്മൾ എഴുതണ്ട. പകരം നമ്മൾ ക്ലെയിം എഴുതുമ്പോ അപ്പൊ എന്ത് എഴുതേണ്ട വരും? കിട്ടിയ എമൗണ്ട് മൊത്തം എത്ര ഡിസ്ട്രോയ് ചെയ്തോ അത് മൊത്തം കിട്ടി. അപ്പൊ നമ്മൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ 10,000 അങ്ങോട്ട് കാണിക്കണം. അതാണ് മറ്റൊരു മെത്തേഡ്. ഇത് ചിലപ്പോ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ അല്ല. ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ 10,000, there is no claim. ഇൻഷുറൻസ് കമ്പനി നമ്മൾ ഇൻഷുർ ചെയ്തിരുന്നില്ല, കമ്പനിയിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയില്ല, ക്ലെയിം ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഗുഡ്സ്, ഇത് എപ്പോഴും വരും. ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിരിക്കണം. എങ്കിലല്ലേ ഫേമിലേക്ക് വാങ്ങിച്ച പർച്ചേസ് കുറയുള്ളൂ. നമ്മൾ എന്തിനാണ് ഇവിടെ കാണിക്കുന്നേ?
ഗുഡ്സ് വാങ്ങിച്ചപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇവിടെ പർച്ചേസസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ പർച്ചേസസ് കുറയണം, അത്രയും ഡിസ്ട്രോയ് ചെയ്തേക്കാണ്. അത് കുറയാനാണ് നമ്മൾ ഇപ്പുറത്ത് എഴുതുന്നത് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പോൾ ഡിസ്ട്രോയ് ചെയ്തു, പക്ഷേ ക്ലെയിം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇൻഷുർ ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഒന്നും ഇൻഷുറൻസ് കമ്പനി തന്നില്ല. നമ്മൾ എടുത്തിരുന്ന പോളിസിക്ക് എല്ലാ സംഭവം വന്നേക്കണേ, അപ്പോൾ ഇൻഷുറൻസ് കമ്പനി നമുക്കൊന്നും തന്നില്ല. അങ്ങനെ വരുമ്പോൾ മക്കൾ ഓർത്ത് വയ്ക്കുക, അതായത് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഇത് എല്ലാ കേസിലും വരും. ആ 10,000 ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എപ്പോഴും നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത ഗുഡ്സിന്റെ വാല്യൂ നമ്മൾ മസ്റ്റായിട്ടും കാണിക്കണം. ഇനി ഒന്നും തന്നില്ല എന്ന് പറഞ്ഞാൽ മൊത്തം എമൗണ്ട് എന്തായിട്ട് വരും? ലോസ് ആയിട്ട് വരില്ലേ? അപ്പൊ മൊത്തം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? ലോസ് ബൈ ഫയർ എന്ന് പറഞ്ഞ് കാണിക്കേണ്ടി വരും. അപ്പൊ 2,000 അല്ല, ആ കിട്ടിയ വന്ന നഷ്ടം മൊത്തം നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ബാലൻസ് ഷീറ്റിൽ അവിടെ നമുക്കൊന്നും എഴുതാനില്ല, കാരണം ക്ലെയിം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൽ അവിടെ എമൗണ്ട് എഴുതാനായിട്ട് ഇല്ല. അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഡിസ്ട്രോയിഡ് ചെയ്യുന്ന ഗുഡ്സിന്റെ കാൽക്കുലേഷൻ വരുന്നത് കേട്ടോ. അപ്പൊ തെറ്റിക്കല്ലേ, അത് വ്യക്തമായിട്ട് ഒന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രോബ്ലത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ചെയ്യാൻ നോക്കാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയറിലുള്ളത്. ഇനി നമുക്ക് മാനേജേഴ്സ് കമ്മീഷൻ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസിലേക്ക് പോകാൻ നോർത്താണ്. അപ്പൊ ഇനി നമ്മൾ മാനേജറിന്റെ കമ്മീഷൻ, ഈ മാനേജർക്ക് കമ്മീഷൻ കൊടുക്കും. മാനേജർക്ക് അയാൾ ചെയ്യുന്ന ജോലിക്ക് ഫേം എപ്പോഴും കമ്മീഷൻ കൊടുക്കും. കമ്മീഷൻ കൊടുക്കുന്നത് ഓൾമോസ്റ്റ് നെറ്റ് പ്രോഫിറ്റിലായിരിക്കും. അപ്പൊ നെറ്റ് പ്രോഫിറ്റിന് ഇത്ര ശതമാനം മാനേജറിന് കമ്മീഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങളോട് പറയുന്നത് ബിഫോർ ആയിരിക്കും. ബിഫോർ കമ്മീഷൻ കൊടുത്തേക്കുന്നത് ബിഫോർ 10% കൊടുത്തേക്കാണ്. എങ്ങനെയാ? ബിഫോർ ആണ്. അതായത് മാനേജേഴ്സ് കമ്മീഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബിഫോർ 10%. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത നമ്മൾ റഫായിട്ട് നമ്മൾ ആ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഈ റഫായിട്ട് കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റിനാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പൊ ആ റഫായിട്ട് 2 സൈഡും കൂട്ടി ആ ഡിഫറൻസ് ആണല്ലോ നെറ്റ് പ്രോഫിറ്റ്. അങ്ങനെ നമ്മൾ റഫായിട്ട് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു 17,000 ആണ് കിട്ടിയെങ്കിൽ ഇതിന്റെ 10% നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഈ 10% കണ്ടുപിടിച്ചിട്ട് ഈ എമൗണ്ട് ആണ് നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. അപ്പൊ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ 1,700 കൂടി എഴുതിയിട്ടേ നമ്മൾ യഥാർത്ഥത്തിലുള്ള നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതും കൂടി എഴുതിയിട്ട് വേണം ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അത് വരുന്നത്, മാനേജറുടെ കമ്മീഷൻ. ഇനി മക്കളുടെ പറയാണ് മാനേജേഴ്സ് കമ്മീഷൻ ആഫ്റ്റർ ആണോ പറയണേന്ന് ഓർത്തോ. ഈ 10% മാനേജർക്ക് കൊടുത്തേക്കണ്ടേ ആഫ്റ്റർ ആണെന്ന് പറഞ്ഞാലോ. അപ്പൊ മക്കൾ ഓർത്ത് വെക്കാം, ആഫ്റ്റർ ആണ് മക്കൾക്ക് തരുന്നതെങ്കിൽ ഇത് ഇൻറ്റു റേറ്റ് ബൈ 100+ റേറ്റ് വരും. അതായത് 100+ റേറ്റ് വരും. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? ഇൻറ്റു 10/110 എഴുതാം. അതായിരിക്കും നമ്മൾ മാനേജറുടെ കമ്മീഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ മാനേജറുടെ കമ്മീഷൻ ഓർത്ത് വെക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മളത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാഡപ്സ് കൂടി ഒന്ന് പറയാം. ബാഡപ്സ് ഞാൻ തന്നിട്ടുണ്ട്, അതിന്റെ എമൗണ്ട് കാൽക്കുലേഷൻ അന്ന് പറഞ്ഞിരുന്നില്ല. ഇതിന്റെ പ്രോബ്ലം ഒക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ ബാഡപ്സ് ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസിലെ ബാഡപ്സ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ട്രയൽ ബാലൻസിൽ നിങ്ങൾക്ക് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു 50,000 രൂപ തന്നിട്ടുണ്ട്. പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 1,000 രൂപ പ്രൊവിഷൻ ലൈബിലിറ്റി അല്ലേ, ക്രെഡിറ്റിലേ വരുള്ളൂ. അഡ്ജസ്റ്റ്മെന്റില് മക്കളോട് പറഞ്ഞേക്കണത്, അതായത് റൈറ്റ് ഓഫ് ബാഡപ്സ് 1,000. ഈ 2,000 1,000 ആകുമ്പോൾ ഡൗട്ട് വരണ്ട. റൈറ്റ് ഓഫ് ബാഡപ്സ് എന്ന് പറഞ്ഞ ഒരു 2,000. പിന്നെ നിങ്ങളോട് പറയാണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10% പറയണം. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നേക്കാണ്. അപ്പൊ മക്കൾ ചെയ്യേണ്ടത് ബാഡപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രയൽ ബാലൻസിൽ ബാഡപ്സ് എഴുതാൻ വിട്ടുപോയി. ബാഡപ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ട്രയൽ ബാലൻസിൽ ഒരു 5,000 നമുക്ക് തന്നിട്ടുണ്ട്. ബാഡപ്സ് ഒക്കെ ലോസ് അല്ലേ ഡെബിറ്റിലേ വരുള്ളൂ. അപ്പൊ നമ്മൾ കണക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ആദ്യം ഇന്നർ കോളത്തിൽ അതിന്റെ എമൗണ്ട് കാൽക്കുലേഷൻ നടത്തുന്നത് കേട്ടോ.
നമ്മളപ്പോൾ ബാഡപ്സ് എന്ന് പറഞ്ഞ ട്രയൽ ബാലൻസിലെ ബാഡപ്സ് നമ്മൾ ആദ്യം എഴുതും. ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ഫർദർ ബാഡപ്സ് FBD എന്നൊക്കെ കൊടുക്കാം. ഫർദർ ബാഡപ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഫർദർ ബാഡപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് അഡ്ജസ്റ്റ്മെന്റ് തന്നേക്കുന്നതാണ്. അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് തന്നേക്കുന്ന ബാഡപ്സ് എത്രയാന്നൊക്കെ 2000 രൂപയാണ്. അപ്പൊ ഈ 2000 രൂപ നമ്മൾ അതിന്റെ കൂടെ കൂട്ടി കാണിക്കാം. അപ്പൊ നമുക്ക് 7000 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് വീടിന്റെ പ്രൊവിഷൻ പറഞ്ഞേക്കുന്നു. 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന്റെ 10% പ്രൊവിഷൻ ഉണ്ടെന്ന്. ആരെങ്കിലും ഈ കടം മേടിച്ച പൈസ തരാതിരുന്ന ഫേവര് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ലാഭത്തിൽ നിന്ന് മാറ്റുന്നതാണ് ഈ പ്രൊവിഷൻ. അപ്പൊ അങ്ങനെ 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ന്യൂ പ്രൊവിഷൻ. ഇവിടെയാണ് കുട്ടികൾക്ക് എപ്പോഴും ഡൗട്ട് വരുന്നത് കേട്ടോ. ഈ ന്യൂ പ്രൊവിഷൻ കാണുമ്പോഴേ എല്ലാവരും എന്ത് ചെയ്യുന്ന അറിയാമോ? ഡെപ്റ്റേഴ്സിനല്ലേ 10%. ഡെപ്റ്റേഴ്സ് ഇതിൽ കിടക്കുന്ന 50,000 അല്ലേ, അതിന്റെ കണ്ടുപിടിക്കും. മക്കളെ ഓർത്ത് വെക്കുക, ഈ തന്നേക്കുന്ന ഡെപ്റ്റേഴ്സിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റിലെ ബാഡപ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചിട്ട് വേണം നമ്മൾ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ. തെറ്റിക്കല്ലേ? ഓർത്ത് വെക്കാം. ആ തന്നിരിക്കുന്ന ഡെപ്റ്റേഴ്സിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റിലെ റൈറ്റ് ഓഫ് ചെയ്തേക്കണ ബാഡപ്സ്. അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരാൾ പറയണേ 2000 രൂപ കൊടുക്കാനുള്ള ഒരാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് പൈസ തരാൻ കഴിയില്ല എന്ന്. അപ്പൊ വീണ്ടും കിട്ടാനുള്ള എമൗണ്ട് കുറയല്ലേ? അപ്പൊ നമ്മൾ 50,000 കാണാൻ പറ്റുമോ പ്രൊവിഷൻ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ കിട്ടാക്കടം വീണ്ടും വന്നാൽ ആ ബാഡപ്സ് നമ്മൾ മൈനസ് ചെയ്യണം. എന്നിട്ട് ഇതിന് വേണം നമ്മൾ 10% കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് 4800 എന്ന് കിട്ടും. അത് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഈ ഓൾഡ് പ്രൊവിഷൻ ഇവിടെ കിടക്കുന്നതാ ട്രയൽ ബാലൻസിൽ കിടക്കുന്നതാണ്. ട്രയൽ ബാലൻസ് ഇതാണ് ഓൾഡ് പ്രൊവിഷൻ. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് ലെസ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ 1000 നമ്മൾ മൈനസ് ചെയ്യണം. ഇത്രയും ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കടക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം, ഇവിടെയാണ് നിങ്ങളുടെ മാർക്ക് പോകുന്നത്. മക്കളെ ഫൈനൽ അക്കൗണ്ട് 15 മാർക്കിന് അല്ലെങ്കിൽ CBSE-കാർക്കാണെങ്കിൽ 8 മാർക്ക്. അപ്പൊ ഓർത്ത് വെക്കാം, ഇതിന്റെ മാർക്ക് കളയരുത്. ഇത് അഡ്ജസ്റ്റ്മെന്റിൽ മസ്റ്റ് ആയിട്ട് മക്കൾക്ക് തന്നിരിക്കും. ഇവിടെയാണ് കുട്ടികൾ എപ്പോഴും മാർക്ക് കളയുന്നത്. ഇനി ഇതിന്റെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരുന്നത് പറഞ്ഞു തരാം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് P&L അക്കൗണ്ടിലാണ് നമ്മളിപ്പോ പറഞ്ഞേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന സംഭവമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ബാലൻസ് ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ആയിട്ടാണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരും. ഇനി നമുക്ക് വീണ്ടും നമ്മളുള്ളവർ പറയാണ് ഒരു കാര്യം കൂടി പറയാൻ വേണമെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിനും കൂടി പറയും ചിലപ്പോ. എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന് ഒരു 2% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന്. കിട്ടാനുള്ളവരുടെ കയ്യിൽ നിന്ന് വേഗം പൈസ കിട്ടാൻ വേണ്ടിയിട്ടേ അവരൊരു സൂത്രം കാണിച്ചേക്കാണ് 2% ഡിസ്കൗണ്ട് തരാന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ ആ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും വേഗം പൈസ ഇവിടെ കൊടുക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ 2% ഡിസ്കൗണ്ട് ഏതിനാ? ഇതിനല്ല. ഇത് കിട്ടാനില്ല. ഇനി 50,000 കിട്ടാനില്ല. 50,000-ന് ഒരു 5,000 2,000 ഫർദർ ബാഡപ്സ് വന്നു. അപ്പൊ 48,000 ആയി കിട്ടാനുള്ള എമൗണ്ട്. ഈ 48,000-ന് വീണ്ടും നമ്മൾ ന്യൂ പ്രൊവിഷൻ മാറ്റി. ന്യൂ പ്രൊവിഷൻ നമ്മൾ എത്ര മാറ്റി? 4,800 മാറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 48,000 വീണ്ടും നമ്മൾ ഈ 4,800 മൈനസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ അതിന്റെ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇത്രയും കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസ്കൗണ്ട് 2% എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട്. ഓർത്ത് വയ്ക്കാം. നമ്മൾ ഇവിടെ ഇത്രയും ഓർത്താൽ മതി. മക്കൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഡെപ്റ്റേഴ്സിന് ഇവിടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തോ ഈ ആഡ് ചെയ്ത സംഭവങ്ങൾ നമ്മൾ മൈനസ് ചെയ്തിട്ടേ ഡിസ്കൗണ്ട് ചെയ്യാവൂ. അത്രയും മാത്രം ഓർത്താൽ മതി. അതാണ് ഇപ്പൊ തന്നിരിക്കുന്ന ഡിസ്കൗണ്ട്. ഇനി ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് പറഞ്ഞാലോ അതിന് ഈ കൺഫ്യൂഷൻ ഒന്നുമില്ല. തന്നേക്കുന്ന ക്രെഡിറ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കണ്ടിട്ട് ബൈ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് പറഞ്ഞ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഇത് എങ്ങനെ വരുന്നു കൂടി നോക്കാം. ഇതിന്റെയൊക്കെ നമുക്ക് കണക്ക് ചെയ്യാം. ഇത് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിലായില്ലല്ലേ? അപ്പൊ ഇനി ബാലൻസ് ഷീറ്റിൽ ഈ സംഭവം എങ്ങനെ വരും നമുക്കൊന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിൽ എവിടെ വരുന്നേ? ബാലൻസ് ഷീറ്റിൽ ഇത് വരുന്നത് അസറ്റ് സൈഡിലാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. അപ്പൊ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ലേ? അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് മാത്രം നമ്മളിപ്പോ കാണിക്കുന്നുള്ളൂ. അസറ്റ് സൈഡിലാ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ 50,000 ഇന്നർ കോളാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നതിനേക്കാൾ കാൽക്കുലേഷൻ ഒക്കെ നമ്മളിവിടെ കാണിച്ചിട്ട് ഇവിടേക്ക് എഴുതുള്ളൂ. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 50,000 ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്തില്ലേ 2,000 ഫർദർ ബാഡപ്സ്. ആ ഫർദർ ബാഡപ്സ് നമ്മൾ ഇവിടെ മൈനസ് ചെയ്യണം.
അവിടെ ആഡ് ചെയ്ത സംഭവങ്ങൾ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഫർദർ വാല്യൂസ് നമ്മൾ മൈനസ് ചെയ്തു. ഇനി വീണ്ടും ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും ഏത് മൈനസ് ചെയ്യണം? മൈനസ് ഇവിടെ ലെസ് എഴുതാൻ മറന്നുപോയി. അപ്പോൾ ലെസ് ആണ് കേട്ടോ. വീണ്ടും നമ്മൾ ഏത് ലെസ് ചെയ്യണം? ആ ന്യൂ പ്രൊവിഷൻ. അവിടെ നമ്മൾ കൊടുത്ത ന്യൂ പ്രൊവിഷൻ എത്രയായിരുന്നു? 48,000ന്റെ 10% 4,800 അല്ലേ? അതും നമ്മൾ മൈനസ് ചെയ്യണം. ഇത് നമ്മൾ മൈനസ് ചെയ്യണം. ഓർത്ത് വെക്കാം, ഒരാളെ കൂടി നമുക്ക് മൈനസ് ചെയ്യാനുണ്ട്. ആര്യ? നമ്മൾ പറഞ്ഞ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. അതും നമ്മളിവിടെ മൈനസ് ചെയ്യണം. അപ്പൊ ലെസ് ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ എമൗണ്ട് നമുക്ക് കാൽക്കുലേഷൻ നടത്തിയില്ല. അപ്പൊ 2% നമ്മൾ കണ്ടുപിടിച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് ബാഡ് ഡെപ്റ്റ്സ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. അപ്പൊ നമുക്കിനി ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണക്കുകൾ ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഐറ്റംസ് ആണ് പറഞ്ഞു തന്നത്. ഇനി ഐറ്റംസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. അപ്പൊ ഇതിന്റെ കൂടുതൽ കണക്കുകൾ നിങ്ങൾക്ക് ചെയ്യണം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ പേരിലേക്ക് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം. ആ കുട്ടികൾക്കും എക്സാം വരാണ്. നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു അസറ്റായിട്ട് നിങ്ങൾ കണക്കാക്കാം. അപ്പോൾ ആ കുട്ടികൾക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസുമായിട്ട് നമുക്ക് വരാം. അപ്പം എല്ലാവർക്കും ഓക്കെ.